ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജനെ മറന്ന് എനിക്കൊരു ജീവിതമില്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ അമ്മ പറഞ്ഞിട്ട രാജു എന്നെ കല്യാണം കഴിച്ചത്. അപ്പോ രാജു എന്നോട് സ്നേഹമില്ലെന്നല്ലേ അതിനർത്ഥം? ഭർത്താവിന് പ്രണയമില്ലാതായതാണല്ലോ ഭാര്യയുടെ പ്രശ്നം. ഇപ്പോ അയാൾക്ക് അവളോട് പ്രണയമുണ്ടല്ലോ. ഉണ്ട്. മനസ്സിലുള്ള പ്രണയം മുഴുവൻ ഭാര്യയോട് തുറന്നു പറയ്. അതോടെ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും 100%. പരസ്പരം പ്രണയമുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരിക്കലും പിരിയുകയോ അകലുകയോ ഇല്ല. അത് പരമമായ സത്യമാണ്. ഐഷു, വാ. ഗെയിം കളിയൊക്കെ കഴിഞ്ഞോ അതോ കാർട്ടൂണോ? കാർട്ടൂൺ. ഐഷുവിന് എത്ര ദിവസം അവധിയുണ്ട്? 2-ാം തീയതി പോണം. ഐഷുവിന്റെ ഹോസ്റ്റലിലും സ്കൂളിലൊന്നും ഞാൻ വന്നിട്ടില്ല. ഇനി ഒരിക്കലും വരാം കേട്ടോ. അടുത്ത ഓപ്പൺ ഹൗസിൽ വന്നാ മതി. ഓക്കെ. അപ്പോ ഐഷുവിന്റെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഞാൻ താമസിക്കുന്നത് കോൺവെന്റിൽ തന്നെയാ. സെന്റ് മേരീസ് കോൺവെന്റ്. സെന്റ് മേരീസ് ഹോസ്റ്റൽ അടുത്ത് തന്നെ വേറെ ഉണ്ട്. അപ്പോ ഐഷുവിനെ നോക്കുന്നത് സിസ്റ്റേഴ്സ് ആയിരിക്കും. ഏഞ്ചൽസ് ഓഫ് ജീസസ്. യെസ്. പക്ഷേ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സുഖമില്ലാത്തവരെയൊക്കെ നോക്കുന്നത് സിസ്റ്റേഴ്സാ. ഐഷുവിന് അസുഖമൊന്നുമില്ല. വെറുതെ അസുഖമാണെന്ന് പറയരുത്. എല്ലാവർക്കും ഓരോ അസുഖങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുമ്പോ അങ്ങ് മാറും. എനിക്കും അസുഖം വന്നപ്പോ ചികിത്സിച്ചു, അത് മാറി. ഐഷുവിനും ചികിത്സിക്കും, അപ്പൊ അത് മാറും. ഐഷു ഇപ്പോ വെരി വെരി സ്മാർട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മാവനെന്താ വരാൻ താമസിക്കുന്നേ? അമ്മാവന് ഒത്തിരി ജോലിയില്ലേ, അത് കഴിഞ്ഞിട്ട് വരും. നിങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറിയോ? അതിന് ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇല്ലല്ലോ. വഴക്കുള്ളതുപോലെ എനിക്ക് തോന്നി. ആഹാ, അത് ശരി. ഇവിടെ വന്ന് ഋതുമോളെ ശല്യപ്പെടുത്തുമായിരുന്നല്ലേ? ഏയ്, ഇവിടെ ഒരു ശല്യമില്ല. ഞങ്ങൾ ഒരു തമാശയും പറഞ്ഞിരിക്കായിരുന്നു. ഏയ്, മോളത് വെറുതെ പറയുക. ഐഷു വാ, ഋതു ആന്റിക്ക് ഒത്തിരി ജോലിയുണ്ട്. ആന്റി ഫ്രീ ആവുമ്പോ മോളെ വിളിക്കും. മോൾ എണീറ്റ് വാ. അല്ല പ്രിയച്ചി, മോള് വാ, നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയുക. ജോലിയൊക്കെ കഴിയുമ്പോ ആന്റി വന്ന് മോളെ വിളിക്കും. ഇവിടെ എന്താ? ഇവള് വന്ന് ഋതുമോളെ ഡിസ്റ്റർബ് ചെയ്യുക. എനിക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല. ഋതുമോളെ എനിക്കറിയില്ലേ. ഐഷു വന്ന് വാ. എന്താ മോളെ, വർക്കിലൂടെ കൂടുതലാണോ? ഇല്ല രാധമേ. രാധമ്മയോട് ഋതുമോള് നുണ പറയില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്താ രാധമേ? അല്ല, ഇതൊന്നും ചോദിക്കുന്നത് ശരിയല്ല. അവരവര് തീർക്കേണ്ട പ്രശ്നമാ. എന്നാലും രാധമ്മയ്ക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കേ. മോളും രാജുവും തമ്മില് ചില ദിവസങ്ങളായിട്ട് പിണക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഭാര്യയും ഭർത്താവും തമ്മില് അത്യാവശ്യ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ നല്ലതാണെന്നാ എന്റെ അഭിപ്രായം. അത് മനസ്സിന്റെ സൗന്ദര്യം കൂട്ടുമെന്ന് ഇന്നാൾ അമ്പലത്തിലൊരു സ്വാമി പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അത് അന്തി ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മോളെ,
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാ ഏറ്റവും ശക്തമായ ബന്ധം. അത് പരസ്പര സ്നേഹത്തിലൂടെ മാത്രമേ നിലനിൽക്കൂ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ആ സ്നേഹത്തിലൂടെയാ ഒരു കുടുംബം നിലനിൽക്കുന്നത്. പിന്നെ നിങ്ങൾ കളങ്കമില്ലാത്ത പിള്ളേരാ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. ആരെങ്കിലും ഒരാൾ ക്ഷമിക്കാൻ തയ്യാറാവണം. അപ്പ തീരും മോളെ പ്രശ്നം. പിണക്കങ്ങൾ നീട്ടിക്കൊണ്ടുപോയാ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കാനുള്ള സമയമാ. സ്നേഹത്തെക്കാൾ വലിയൊരു മരുന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കണം. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുത്. എനിക്ക് രാജുവിനെ ഇഷ്ടമാണെന്നും രാജുവിനെ മറന്ന് എനിക്കൊരു ജീവിതമില്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ അമ്മ പറഞ്ഞിട്ട രാജു എന്നെ കല്യാണം കഴിച്ചത്. അപ്പോ രാജുവിന് എന്നോട് സ്നേഹമില്ലെന്നല്ലേ അതിനർത്ഥം? ഒരാള് മാത്രം മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ മാരേജ് ലൈഫ്. രാജുവിന് എന്നോട് ഇഷ്ടമുണ്ടോ എന്ന് തെളിയും വരെ ഈ പിണക്കം തുടരും. എന്നെ ഇഷ്ടമാണെന്ന് രാജു തുറന്നു പറയട്ടെ. പറയണം. പത്ത് വർഷം നീണ്ട ഇവന്റെ പ്രണയം തേഞ്ഞു പോയതിന്റെ സങ്കടത്തിൽ ഇവന്റെ പ്രണയം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ വാണിംഗ് കൊടുത്തതാ, അവൾ ഇവനെ ചതിക്കുന്നു. നിന്റെ വാണിംഗ് എന്തിനായിരുന്നെന്ന് അന്നേ ഞങ്ങക്ക് മനസ്സിലായി. നിനക്ക് ആ മേമോളോട് പ്രേമം ഉണ്ടായിരുന്നു. അതിപ്പോ അവളെ കണ്ട ആരും പ്രേമിക്കാൻ നോക്കും. അവൾ അത്രയ്ക്ക് ബ്യൂട്ടി ആയിരുന്നില്ലടാ. എടാ, നമുക്ക് അവളുടെ തന്തയെ പിടിച്ച് 4 പൊട്ടീരും കൊടുത്താലോ? ആ ഡൂഡിനെ തല്ലിയിട്ട് എന്ത് കാര്യോടാ? തേച്ചത് അവളല്ലേ? എടാ, തന്തയെ തല്ലുമ്പോ മോൾക്ക് സങ്കടം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ. എടാ, 10 കൊല്ലം പ്രേമിച്ചു നടന്ന നിന്നെ തേച്ചവളവള്. അവക്ക് എങ്ങനെയാടാ ജനിപ്പിച്ച തന്തപ്പടിയോട് സ്നേഹം ഉണ്ടാവുന്നത്? ദേ വരുന്നടാ മിനിസ്റ്ററുടെ മരുമകൻ.